കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് നാം ആചരിക്കുന്നത്. രാമായണ മാസം ആകുമ്പോൾ രാമനാണ് പ്രധാനം. അപ്പോൾ രാമൻ്റെ മാസം എന്നാണ് രാമായണത്തെക്കുറിച്ച് പറയുക. അതായത് രാമനിലേക്കുള്ള അയനം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. അയനം വെച്ചാൽ മാറ്റം. അപ്പോൾ സാധാരണ മനുഷ്യൻ രാമൻ എന്ന ധർമ്മ പുരുഷനിലേക്കുള്ള ഒരു മാറ്റം വരണമെന്നാണ്. അങ്ങനെയാണ് രാമായണം എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥമായിട്ട് പറയാം. അപ്പോൾ രാമനെ വരുമ്പോൾ രാമൻ്റെ പൂർണ്ണഭാവത്തിൽ നമുക്ക് കർക്കിടക മാസത്തിൽ ദർശിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ രാമാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതാദി പുരാണങ്ങളിൽ അംശാംശേന ചതുർഭാഗാത് എന്നാണ് പറയുക. അംശാംശേന ചതുർഭാഗാത്, സാക്ഷാൽ വിഷ്ണുവായി ഭഗവാനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു അംശാംശേന ചതുർഭാഗാൽ സാക്ഷാൽ ബ്രഹ്മമയോ ഹരിഹി എന്നാണ് ഭാഗവതത്തിൽ തന്നെ പറയുക. രാമാവതാരം ഭാഗവതത്തിൽ പറയുമ്പോൾ അംശാംശേന ചതുർഭാഗാത് എന്നാണ്. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മമായിരിക്കുന്ന പൂർണ്ണനായിരിക്കുന്ന വിഷ്ണു നാലായിട്ട് തിരിഞ്ഞു. അതാണ് നേരെ ഈ നമ്മൾ കേരളത്തിൽ കർക്കിടക മാസത്തിൽ ആരാധിക്കുന്ന രാമൻ. അപ്പോൾ അതാണ് ത്രേതായുഗത്തിലെ രാമൻ എന്നാണ്. അപ്പോൾ അതിൽ നേരെ ഒന്ന് ശ്രീരാമേന്ദ്ര സ്വാമികൾ, ഒന്ന് ലക്ഷ്മണൻ, മറ്റൊന്ന് ഭരതൻ, പിന്നെ ശത്രുഘ്നൻ. അപ്പം അങ്ങനെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അപ്പം അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് നേരെ സാക്ഷാൽ വിഷ്ണു നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പം അതിൽ നേരെ ഭരതനെ കുറിച്ച് പറയുമ്പോൾ ഭരതൻ നേരെ ഭഗവാന്റെ സുദർശന ചക്രമായിട്ട് പറയും. ലക്ഷ്മണനാണ് നേരെ അനന്തനായിട്ടിരിക്കുന്നത്. അതേപോലെ പിന്നീട് ശത്രുഘ്നൻ ആയിട്ട് വരുന്ന സമയത്താണെങ്കിലോ ശത്രുഘ്നാണെങ്കിൽ നേരെ രാമൻ്റെ വിഷ്ണുവിൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ശംഖായിട്ട് പറയും. അപ്പം അത് പറയുമ്പോൾ നമുക്ക് ആകെ വിഷ്ണു ഭഗവാൻ 4ആയിട്ട് തിരിഞ്ഞതാണ്. അപ്പോൾ പൂർണ്ണനായിരിക്കുന്ന വിഷ്ണുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? ശത്രുഘ്നെയും അതേപോലെ ഭരതനെയും ലക്ഷ്മണനെയും രാമനെയും ദർശിക്കണം. അത് ഒരു ദിവസം കൊണ്ട് ദർശിക്കണമെന്നാണ്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ളതായിരിക്കുന്ന സമയം. അസ്തമയത്തിന് കുറച്ച് ഇരുട്ടാവും. പക്ഷേ ഒരു ദിവസം കടന്നു പോകുന്നതിന് മുമ്പ് ഒരു ദിവസം പൂർണ്ണനായിരിക്കുന്ന വിഷ്ണുവിനെ കാണുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ്. അപ്പോൾ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ നേരെ 4ആയിട്ട് തിരിഞ്ഞതാണ് ഇപ്രകാരത്തിലുള്ളതായിരിക്കുന്ന അവതാരങ്ങളായിട്ട് വരിക. അപ്പം അതുകൊണ്ടാണ് നേരെ ഈ 4 പേരെ ഭരത, ശത്രുഘ്ന, ലക്ഷ്മണനെയും സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമികളെയും ഒരൊറ്റ ദിവസം ദർശിച്ചാൽ പൂർണ്ണ വൈകുണ്ഠനെ കണ്ഠഫലം, പൂർണ്ണ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും. വൈകുണ്ഠപ്രാപ്തി കൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ജന്മപാപങ്ങളുമെല്ലാം നശിക്കും. അതാണ് വൈകുണ്ഠ പ്രാപ്തി കൊണ്ട് വൈകുണ്ഠ ദർശനം കൊണ്ട് നടക്കുക. അപ്പോൾ പൂർണ്ണ വൈകുണ്ഠ ദർശനത്തിന് വേണ്ടിയാണ് നാം നാലമ്പലം എന്ന് പറയുന്നതായിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അത് പ്രാചീനകാലം മുതൽ രാമൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഭാവമാണ് തൃപ്രയാറ്. പിന്നെ ഇരിങ്ങാലക്കുട ഭരതൻ്റേതും, പിന്നെ പായമ്മൽ സാക്ഷാൽ ശത്രുഘ്നൻ്റേതും, മൂഴിക്കുളം ലക്ഷ്മണൻ്റേതുമായിട്ടാണ് കണക്കാക്കുക. പിന്നെ യാത്രാസൗകര്യമനുസരിച്ചിട്ട് ധാരാളം ക്ഷേത്രങ്ങൾ തെക്ക് ഭാഗത്തും ഓരോ ജില്ലാടിസ്ഥാനത്തിലും ഉണ്ടെങ്കിലും ഏതടിസ്ഥാനത്തിലായാലും ശരി ആ ഭാവത്തിലുള്ളതായിരിക്കുന്ന ആരാധനാഭാവത്തിൽ ഈ 4 രൂപത്തിലുള്ളതായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചാൽ അതും ഒരൊറ്റ ദിവസം കൊണ്ട് ദർശിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. 4 ദിവസം പോരാ, ഒറ്റ ദിവസം നമുക്ക് ഈ 4 അംശങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ 4 അംശങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് സാക്ഷാൽ വൈകുണ്ഠനെ, അതായത് വിഷ്ണു ഭഗവാനെ കണ്ട ഫലം നമുക്ക് കിട്ടും. അതാണ് നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയാം. അപ്പോൾ നാലമ്പല ദർശനം നടത്തുമ്പോൾ നാലമ്പല ദർശനത്തിന് നേരെ ഉള്ളതായിരിക്കുന്ന നാമങ്ങൾ രാമനാമമുണ്ട്, ശത്രുഘ്നന് നാമമുണ്ട്,
അതേപോലെ ഭരതൻ്റെ നാമങ്ങളും അതേപോലെ അനന്തനായിരിക്കുന്ന ലക്ഷ്മണൻ്റെ നാമങ്ങളും എല്ലാം ജപിച്ച് ഇതെല്ലാം ചേർന്നതാണ് വൈകുണ്ഠൻ്റേതായിരിക്കുന്ന സാക്ഷാൽ പൂർണ്ണനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ സാക്ഷാൽ നാരായണ നാമം എന്ന് പറയും. അതുകൊണ്ടാണ് നാരായണനെ ദർശിക്കുന്നതിന് ഫലമായിട്ടാണ് ഈ നാലമ്പല ദർശനം നാം ഇവിടെ നേരെ സംഘടിപ്പിച്ച് പോരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപ്പോൾ രാമായണ മാസവും അതേപോലെ നാലമ്പല ദർശനവും നമുക്ക് പരിപൂർണനായിരിക്കുന്ന വൈകുണ്ഠനെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കുക. അതാണ് നാലമ്പല ദർശനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ശത്രുഘ്നെ സംബന്ധിച്ചാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ആ ശത്രുക്കളും ഇല്ലാതായിട്ട് തീരും എന്ന് പറയും. ശത്രുക്കളെന്ന് പറയുമ്പോൾ മറ്റുള്ളവരല്ല, നമ്മുടെ മനസ്സിൽ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം അങ്ങനെ 6 ശത്രുക്കളുണ്ട്. അപ്പോൾ കാമാദികളായിരിക്കുന്ന ശത്രുക്കൾ ഇല്ലാതാക്കാനാണ് ശത്രുഘ്നെ. അപ്പോൾ ശത്രുക്കളെ ഖനിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ, അപ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് തീർക്കുന്നത്. അതേപോലെ സാക്ഷാൽ ഭരതനെ ദർശിക്കുമ്പോഴോ ഭരതൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭരതൻ വിനയാന്വിതനായിട്ടും അതേപോലെ തന്നെ അഭിവൃദ്ധിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഭരതൻ എന്ന് പറഞ്ഞാൽ നേരെ അഭിവൃദ്ധിയുടെ ഒരു വക്താവാണ്. അതുകൊണ്ടാണ് നേരെ ഇതെല്ലാം കഴിഞ്ഞ് ഭരതൻ രാജ്യം ഭരിച്ചു. അപ്പോൾ നന്ദിഗ്രാമത്തിൽ രാജ്യം ഇരുന്ന് ഭരിച്ചതായിരിക്കുന്ന ഭരതൻ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ നേരെ രാജ്യം രാമന് തിരിച്ചേൽപ്പിക്കുമെന്നാണ്, ഞാനിത് ഏറ്റെടുക്കുമ്പോൾ ഭണ്ഡാരം ഇത്രയായിരുന്നു, അത് ഇത്ര ഇരട്ടിയായി. പശുക്കൾ അതേപോലെ എല്ലാം തന്നെ ഇരട്ടിയായിട്ട് വികസിപ്പിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ വികാസത്തിൻ്റെ, സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ ആ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഭരത ദർശനം നടത്തുന്നത്. അപ്പോൾ രാമൻ്റെ തന്നെ ആ ഒരു ഭാഗമാണ്. അതേപോലെ ലക്ഷ്മണനാണെങ്കിലോ ലക്ഷ്മണൻ അനന്താംശമാണ്. അപ്പോൾ ഈ അനന്താംശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനന്തൻ നേരെ നമ്മുടെ ആ മൂലാധാരത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കുന്ന സാക്ഷാൽ ആ സർപ്പമാണെങ്കിലും ആ മൂലാധാരത്തിൽ ഉയർന്നതൊക്കെ ആയിരിക്കുന്ന ആ ഒരു നാഗമാണ് അനന്തൻ എന്ന് പറയാം. അപ്പോൾ മൂലാധാരത്തിലെ നമ്മുടെ ശക്തി, മൂലാധാരത്തിലാണ് നമ്മുടെ യോഗശക്തികൾ. അപ്പോൾ യോഗശക്തി ഉയർന്നിട്ട് നേരെ തലയ്ക്ക് മീതെ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അസുഖങ്ങളും അതേപോലെ നമ്മുടെ ഓർമ്മശക്തി, അതേപോലെ നമ്മുടെ ബുദ്ധിശക്തി, അതേപോലെ നമ്മുടെ കഴിവുകൾ, അപ്പോൾ അത് നേരെ നമ്മുടെ സുഷുമ്നാ നാഡിയിലൂടെ പ്രവേശിച്ചിട്ട് അതങ്ങനെ ഉയർന്ന് നേരെ നിൽക്കുന്ന ഭാവമാണ് ലക്ഷ്മണൻ്റെ ദർശനം എന്ന് പറയാം. അതുണ്ടെങ്കിലേ നമുക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ, ഓർമ്മശക്തി ഉണ്ടാവുകയുള്ളൂ. അതേപോലെ സുഷുമ്നാ നാഡിക്ക് ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോവും. പിന്നീട് ശ്രീരാമേന്ദ്ര സ്വാമികൾ എന്ന് പറഞ്ഞാലോ അത് നേരെ മനസ്സും അതേപോലെ തന്നെ നമ്മുടേതായിരിക്കുന്ന ശരീരവുമാണ്. അപ്പോൾ മനസ്സ്, ശരീരം ഇതെല്ലാം ചേർന്നതായിരിക്കുന്ന രാമനും അതേപോലെ അഭിവൃദ്ധിയുടെ ആ ഒരു ലക്ഷണമായിരിക്കുന്ന അഭിവൃദ്ധിയുടെ ചിഹ്നമായിരിക്കുന്ന ഭരതനും അതേപോലെ നമ്മുടെ യോഗശക്തിയുടെ ചിഹ്നമായിരിക്കുന്ന ലക്ഷ്മണനും ശത്രുക്കളെ നമ്മുടെ കാമാദി ഷഡ്കം എന്നാണ് പറയാം. കാമാദി ഷഡ്കങ്ങളായിരിക്കുന്ന ആ ശത്രുക്കളാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ കാമാദി ഷഡ്കങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ശത്രുഘ്നെയും നമ്മൾ ആരാധിക്കുന്നത്. ആരാധനയെല്ലാം വിഷ്ണുഭാവത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് വിഷ്ണു ആരാധന തന്നെയാണെങ്കിൽ പോലും 4 ഭാവങ്ങളാണ് നേരെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അംശാംശേന ചതുർഭാഗാത് സാക്ഷാൽ ബ്രഹ്മമയോഹരി. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മത്തെ കണ്ട ഫലം കിട്ടും എന്നാണ്. ഈ 4 ദർശനങ്ങൾ, 4 അമ്പലത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മത്തെ നമ്മൾ ദർശിച്ച ഫലം നമുക്ക് കിട്ടും. അതാണ് 4 അമ്പല ദർശനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്.